ഹലോ ഗൈസ്, സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ പ്രേക്ഷകരെ ഒരു മഹാ എപ്പിസോഡാട്ടോ ഇന്ന് വരാൻ പോകുന്നത്. അതും തീപാറുന്ന നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വേറൊന്നുമല്ല, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ദേവിക നന്ദൻ ഡിവോഴ്സിലേക്ക് നിയമപരമായിട്ട് മുന്നേറുന്നു. പോരാത്തതിനപ്പുറത്ത് നമ്മുടെ ദേവികയ്ക്കെതിരെ മത്സരിക്കാൻ ആരാണ് വരുന്നത്? നമ്മുടെ പ്രഭാവതി. അപ്പൊ പ്രമോന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ അരുന്ധതി നന്ദനുമായിട്ടുള്ള ഒരു സംസാരമുണ്ട്. അപ്പൊ അരുന്ധതി നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട്, നിന്നെ ദേവികയ്ക്ക് നിന്നെ എന്നേക്കുമായിട്ട് ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ദേവികയെ വിളിച്ചിട്ട് നമ്മുടെ അരുന്ധതി ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നിയമപരമായിട്ട് എന്താ പറയാ പിരിയണം എന്നുള്ള ഒരു കാര്യം പറയുകയാണ്. അപ്പൊ ദേവികയ്ക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കേട്ടോ. ദേവിക ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നൊക്കെ ഉണ്ട്. അപ്പുറത്താണെങ്കിൽ പ്രഭാവതി നമ്മുടെ ദേവികയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. എങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു. അപ്പൊ സിദ്ധാർത്ഥിന് ഈ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ പാർട്ടി ഓഫീസിലെ മറ്റുള്ള നേതാക്കൾക്ക് മുന്നിൽ കടന്ന് ഉരുകുവാട്ടോ. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ രണ്ട് ശത്രുക്കളെ പോലെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ ആ വീടിന്റെ അന്തരീക്ഷം എല്ലാ നാട്ടുകാർക്കും മനസ്സിലാവുകയാണല്ലോ. അപ്പൊ ആ ഒരു നാണക്കേടിൽ ഇങ്ങനെ സഹിക്കാനാവാതെ കലി അമർത്തി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ. അപ്പൊ പ്രഭാവതിയെ പിന്മാറ്റാൻ വേണ്ടി കുറെ പേരൊക്കെ വന്ന് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രമതി വന്ന് സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ പ്രഭാവതി ആണെങ്കിലും കടുത്ത വാശിയിൽ തന്നെയാണ് ഞാൻ മത്സരിച്ചേ പറ്റുമെന്ന്. അപ്പൊ ഈ ഒരു വാർത്ത ടിവിയിലൂടെ നമ്മുടെ അരുന്ധതി കാണുന്നുണ്ട്. അരുന്ധതി ഈ വാർത്ത കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എങ്ങനെയോ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ ചന്ദ്രമതി ലാസ്റ്റ് നമ്മുടെ പ്രഭാവതി പിന്മാറില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഓൾ ദ ബെസ്റ്റ്, നമുക്ക് കാണാം ആര് വിജയിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ പ്രഭാവതിയാണെങ്കിൽ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു, താങ്ക് യു എന്നും പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയും കട്ട തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ സുഗമോദേവി ഭയങ്കര ആളിക്കത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും. പ്രേക്ഷകരോടാണെങ്കിൽ ചോദ്യം, ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത്? ദേവിക തന്നെ ആയിരിക്കും അല്ലെ? നമുക്ക് നോക്കാം, എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.